യൂറോപ്പിലെ ജനങ്ങൾക്ക് കനത്ത ജാഗ്രതയുമായി ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. 27 രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഏകദേശം 450 മില്യൺ പീപ്പിൾ, ഈ 450 മില്യൺ ആൾക്കാർക്ക് നിങ്ങൾ 72 മണിക്കൂറത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, എന്തും സംഭവിക്കാവുന്ന സാഹചര്യം മുന്നിൽ വരികയാണ് എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ നൽകിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കുറഞ്ഞത് 72 മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന ഭക്ഷണവും വെള്ളവും പോലുള്ള അവശ്യ വസ്തുക്കൾ സംഭരിച്ചുകൊണ്ട് സാധ്യമായ പ്രതിസന്ധികൾക്കായി തയ്യാറെടുക്കാനാണ് യൂറോപ്യൻ യൂണിയൻ 450 ദശലക്ഷം പൗരന്മാരെ ഇപ്പോൾ ഉപദേശിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരു സാഹചര്യം, അത് യുദ്ധം, സൈബർ ആക്രമണങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, രോഗം എന്നിവയിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ കണക്കിലെടുത്താണോ യൂറോപ്യൻ യൂണിയൻ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുമുള്ള ചോദ്യങ്ങളാണ് ജനങ്ങൾ പരിഭ്രാന്തരായി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മ അതിന്റെ സുരക്ഷാ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കുന്നതിനിടെയാണ് ഈ ശുപാർശ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ വച്ചിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ഒരു പ്രതിസന്ധി ഉടനെ ഉണ്ടാകാൻ പോകുന്നു. ഈ പ്രതിസന്ധി ഉണ്ടായാൽ 72 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നിലനിൽക്കണം, അതിനാവശ്യമായ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും സംഭരിക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ 480 മില്യൺ ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത്, തങ്ങളുടെ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതെന്ന് യൂറോപ്യൻ കമ്മീഷനാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങേയറ്റത്തെ തടസ്സങ്ങൾ ഉണ്ടായാൽ പ്രാരംഭ കാലയളവ് ഏറ്റവും നിർണായകമാണ്. യുദ്ധം മുതൽ സൈബർ ആക്രമണങ്ങൾ, മാരകമായ രോഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം എന്നിവ വരെയുള്ള സാധ്യതകൾ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒരു രേഖ പുറത്തുവിട്ടിട്ടുണ്ട്. ആ രേഖയിൽ പറയുന്നത്, ബുധനാഴ്ച പുറത്തിറക്കിയ ഒരു മാർഗനിർദ്ദേശത്തിൽ യൂറോപ്പ് അതിൻ്റെ മാനസികാവസ്ഥ മാറ്റേണ്ടതിൻ്റെയും തയ്യാറെടുപ്പ്, പ്രതിരോധശേഷി എന്നിവയുടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടതിൻ്റെയും ആവശ്യകതയും ഊന്നി പറയുന്നുണ്ട്. സംഭവം ലോകമഹായുദ്ധം, 3ാം ലോകമഹായുദ്ധം ആസന്നമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കുറിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് റഷ്യ തുനിഞ്ഞിറങ്ങാൻ പോകുന്നു, റഷ്യയുടെ ഒരു ആക്രമണം ഏത് നിമിഷവും യൂറോപ്പിലേക്ക് ഉണ്ടായേക്കാം. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്പ് ഇപ്പോൾ തങ്ങളുടെ ജനങ്ങൾക്ക് വലിയ ജാഗ്രത കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഭക്ഷണവും വസ്ത്രവും എത്രയും വേഗം ശേഖരിക്കൂ, 72 മണിക്കൂർ അത് നിങ്ങൾക്ക് വേണ്ടി, അത്രയും മണിക്കൂറെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളത് നിങ്ങൾ ശേഖരിക്കൂ എന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നത്. യുദ്ധ ഭീഷണിക്കിടെയാണ് യൂറോപ്പിന്റെ ഈ പുതിയ മാർഗനിർദ്ദേശം എന്നാണ് എക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനിക സംഘർഷ സാധ്യത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 27 അംഗരാജ്യങ്ങളിലുടനീളമുള്ള പൗരന്മാർക്ക് 3 ദിവസത്തെ അതിജീവന കിറ്റുകളാണ് തയ്യാറാക്കാൻ യൂറോപ്യൻ യൂണിയൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. സൈനിക ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ യൂറോപ്പ് എല്ലാ മാർഗങ്ങളും തേടണമെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. പ്രതിരോധമല്ലാതെ സമാധാനം ഒരു മിഥ്യയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈന്റെ അതിർത്തികൾ ഒരു ഭൂപടത്തിലെ ഒരു രേഖ മാത്രമാണെന്ന് റഷ്യ കരുതുന്നുവെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തികളെ അവർ എന്തിന് ബഹുമാനിക്കണം? ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ പോളിസി സെന്റർ പരിപാടിയിലാണ് അദ്ദേഹം പറഞ്ഞത്, യൂറോപ്പ് റഷ്യയെ ആക്രമിക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ റഷ്യ യൂറോപ്പിനെ ആക്രമിക്കാൻ പോവുകയാണോ? ലോകരാജ്യങ്ങൾ ഒന്നാകെ ഭയത്തിലാണ്ടിരിക്കുന്നു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയേണ്ടി വരും. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇത് ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ കാഹളമായിട്ടാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. ഭൂഖണ്ഡാന്തര സംഘർഷ ഭീഷണിയെക്കുറിച്ചുള്ള ഭയം വർദ്ധിക്കുന്നതിനാൽ ഓരോ പൗരനും 72 മണിക്കൂർ സ്വയം പര്യാപ്തരായിരിക്കണം എന്നാണ് ഇപ്പോൾ ബ്രസൽസ് ആഗ്രഹിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് അവരുടെ പ്രതിരോധ ശേഷി കിറ്റിന്റെ ഭാഗമായി 1 ഡസൻ പ്രധാന ഇനങ്ങൾ സംഭരിക്കാൻ നിർദ്ദേശം നൽകും. തീപ്പെട്ടികൾ, വാട്ടർ പ്രൂഫ് പൗച്ചിൽ സൂക്ഷിക്കുന്ന ID രേഖകൾ, കുപ്പിവെള്ളം, എനർജി ബാറുകൾ, ഒരു ഫ്ലാഷ് ലൈറ്റ്, പവർ ബാങ്ക് എന്നിങ്ങനെയുള്ള സകല കാര്യങ്ങളും നിങ്ങൾ ശേഖരിച്ചോളൂ എന്നാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എന്തായാലും CNN റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യൂറോപ്പ് അപകട സാധ്യതയും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയാണ് എന്നാണ് പറയുന്നത്. യുക്രൈനിലെ റഷ്യയുടെ യുദ്ധം, വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്ര പിരിമുറുക്കങ്ങളൊക്കെ ഇതിന്റെ പിറകിൽ വരും. റഷ്യൻ ഭീഷണിയും ട്രംപിന്റെ താരിഫിന്റെ ഭയവും യൂറോപ്പിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. യൂറോപ്പ് എന്ത് കടുങ്കൈക്കും മടിക്കില്ല എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.